ഞാനേട്ടാ ഇപ്പം ആക്ടറാണ്, അതുപോലെ തന്നെ റൈറ്ററാണ്. സ്വന്തമായിട്ട് ഒരു സിനിമയൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്ത് റൈറ്റ് ഒക്കെ ചെയ്ത് വെക്കുക. ഇനി എപ്പോഴാണ് ഡയറക്ഷനിലോട്ട് ഇറങ്ങുന്നത്? അത് ഇത് റെലവൻസ് ഇല്ല ഇവിടെ ഇത് ചോദിക്കാനുള്ള. ഞാൻ എന്തും ചെയ്യും എപ്പോൾ. അടുത്ത വർഷം എപ്പോഴെങ്കിലും ചെയ്യും. ഇപ്പൊ വിനീതേട്ടൻ ധ്യാൻ ചേട്ടനെ വെച്ച് ഡയറക്ഷൻ ചെയ്തല്ലോ, തിരിച്ചു ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, എനിക്ക് പണിയാ ഇനി തന്നെ വെച്ച് ഡയറക്ഷൻ ചെയ്താൽ ഇല്ല ഇല്ല ഇല്ല, പിന്നെ ഞാൻ പാടുപെടും. പക്ഷെ ഒരു കിഡിലും കഥ പറഞ്ഞിട്ടുണ്ട് ഞാൻ, വിനീതനോടല്ല ഞങ്ങളോട്. ഒരു അടിപൊളി കഥ, അത് പടമാക്കി ചെയ്താൽ ഇപ്പൊ മുകേഷ് ഒരുപാട് സിനിമകള് ഇപ്പൊ നമ്മുടെ ഒരുപാട് നല്ല ഇപ്പൊ 3 സിനിമകൾ ഇപ്പൊ റിലീസ് ചെയ്തല്ലോ. അതേപോലെ മുകേഷ് ഏട്ടൻ ചെയ്ത നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ് ഗോഡ് ഫാദർ. ഡെഫിനറ്റ്ലി അതിനകത്തെ ആ പൂക്കാലം എന്നുള്ള സോങ് ഇപ്പോഴും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സോങ്ങാണ്. അപ്പോൾ അതേപോലെ അത് എന്നെ വെച്ച് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം മുകേഷ് ഏട്ടനോട് ഞാൻ മുകേഷ് ഏട്ടൻ ചെയ്ത പടം ഏത് വേണം റിലീസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ മുകേഷ് ഏട്ടൻ ഏത് സിനിമ പറയും? ഇതായിരുന്നു എൻ്റെ ചോദ്യം. ഈ ആദ്യമായിട്ട് എനിക്ക് അറിയേണ്ടത് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാശ് പിന്നെന്തിന് വെറുതെ ഒരു ഫലമില്ലാതെ എന്നാലും ഇപ്പൊ കിട്ടുവാണെങ്കിൽ ഒരു രസമല്ലേ ഇതൊക്കെ. ഒരു ഇപ്പൊ വരുന്നൊരു ട്രെൻഡാണ്. കിട്ടിയിട്ടില്ല പിന്നെ അന്ന് ഇപ്പൊ ആ സിനിമയൊക്കെ പണ്ട് ഹിറ്റായ പടമൊക്കെ ഇപ്പം എടുത്തിട്ട് പ്രൊഡ്യൂസർ ആ റെമ്യൂണറേഷനും കൊണ്ടുവരും. ഒന്നുകൂടി ഇത് വെച്ചോ അന്ന് തന്ന അതേ റെമ്യൂണറേഷൻ നമ്മളത് വിട്. കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ ആവശ്യത്തിന് ഓടി കഴിഞ്ഞു. ഇനിയിപ്പം ഇല്ലേ നമ്മൾ ഇനി പുതിയതായിട്ട് ഇതൊക്കെ ചെയ്തിട്ട് പൈസയൊക്കെ മുടക്കി വേണ്ട. ഓക്കെ, അപ്പൊ ഇനി ഇത് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തല്ലോ. അപ്പൊ ഇനി പുതിയതായിട്ട് ചെയ്യാൻ എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ ചോദിച്ചാൽ മുകേഷ് ഏട്ടൻ ഏത് ക്യാരക്ടർ പറയും? ഒരു കഥയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴല്ലേ നമ്മളത്. നമ്മളിപ്പം ഒരാൾ വരുന്നു, അക്ബറായിട്ട്, പടത്തിന്റെ പേര് അക്ബർ ചക്രവർത്തി. അക്ബറായിട്ട് മുകേഷ് അഭിനയിക്കണം. അപ്പം നമ്മൾ എന്ത് വിചാരിക്കും? ടൈറ്റിൽ റോൾ അക്ബറായിട്ട്. സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുമ്പോൾ അക്ബറിന് 3 സീനേ ഉള്ളൂ, ഹുമയൂണാണ് മെയിൻ. പോയില്ലേ? കഥ വായിക്കാതെ ഒരിക്കലും തല കൊടുക്കരുത്. ടൈറ്റിൽ റോഡൊക്കെ വെറുതെ ഫ്രോഡ് പരിപാടികളാണ്. കഥ വായിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് റോള് തിരഞ്ഞെടുക്കുക. അതെ, സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ ഉപദേശം. താങ്ക് യു, മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? കുറച്ച് ഈ നമ്മൾ വളരെ ശ്രദ്ധയോടെ നിന്നില്ലെങ്കിൽ അബദ്ധം പറ്റും. കാര്യം ചുറ്റിനും നിൽക്കുന്ന എല്ലാം തിരുത്തൽവാദികളാണ്. അവിടെ നിന്നിട്ട് അതിനെ ഞാൻ എന്ന് പറയുന്നതായിരിക്കും നല്ലത്, കുറച്ച് ഈ അങ്ങനെയൊക്കെ ഭയങ്കര തിരുത്തൽ. ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ ഡയലോഗും പോയി. ആ ഒരു കാലഘട്ടം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറിയില്ലേ. ഒരു ഡയലോഗ് എഴുതുമ്പോഴും നല്ല മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ വന്നെന്ന് പറഞ്ഞാൽ 6 പേര് 7 പേര് ഗ്രൂപ്പാണ്. ഒരു ഡയലോഗ് വന്ന് ആര് പറഞ്ഞാലും ഓക്കെയാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ വേറെ ആളുകൾ അടിച്ചുകൊണ്ട് പോകും.